So welcome back to the channel. So നമ്മൾ നോക്കാം മൊഡ്യൂൾ 3ലെ നെക്സ്റ്റ് ടോപ്പിക് കൊഹൻ-സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം ആണ്. പാർട്ട് എന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊഹൻ-സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇതിൽ നിന്നുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്ലിപ്പിംഗ് മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എനി പ്രൊസീജിയർ ദാറ്റ് ഡിഫൈൻസ് ദൂസ് പോർഷൻസ് ഓഫ് എ പിക്ചർ ദാറ്റ് ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് എ സ്പെസിഫൈഡ് റീജിയൻ ഓഫ് എ സ്പേസ് ഇസ് റെഫേർഡ് ടു ആസ് ക്ലിപ്പിംഗ്. അതായത് ഇപ്പോൾ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിക്ചർ വിൻഡോയിൽ നിന്ന് വ്യൂ പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പിക്ചറിൻ്റെ സ്പെസിഫൈഡ് ചെയ്തുള്ള പോർഷൻസ് അകത്താണോ ആ വിൻഡോയ്ക്ക് പുറത്താണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്ലിപ്പിംഗ് സഹായിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതൊരു വിൻഡോ ആണ്. ഈ വിൻഡോയ്ക്കകത്ത് ഞാൻ വരച്ച ലൈനാണിത് അല്ലേ. ഇത് വിസിബിൾ ആണോ നോട്ട് വിസിബിൾ ആണോ, വിസിബിൾ റീജിയനിലുള്ളതാണോ നോട്ട് വിസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറാണ് എന്ത് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഈ നോക്കി ഇതിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് അകത്താണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു വിസിബിൾ പോയിന്റ് ആണ്. നോക്കി ഇതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് എവിടെയാണ്? വിൻഡോയുടെ പുറത്താണ്. അപ്പോൾ ഇതെന്താണ്? വിസിബിൾ ആണോ? അല്ല, ഇത് നോട്ട് വിസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ താഴത്തെ ഫിഗർ ആണെങ്കിലോ ഇവിടെ ഒരു പോയിന്റ് വിൻഡോയ്ക്കകത്തും ഒരു പോയിന്റ് വിൻഡോയുടെ പുറത്തുമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വിൻഡോയ്ക്കകത്തും എൻഡിങ് പോയിന്റ് വിൻഡോയുടെ പുറത്തുമാണ്. അതിനായിട്ട് ഇത് എന്തെന്ന് പറയാം? പാർഷ്യലി വിസിബിൾ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പിക്ചറിലെ എല്ലാ പോർഷൻസും അകത്താണോ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ആ സ്പെസിഫൈഡ് റീജിയൻ്റെ ആ വിൻഡോയുടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൊഹൻ-സുദർലാൻഡ് ലൈൻ അൽഗോരിതത്തിൻ്റെ അകത്തുള്ള 9 കേസസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. കേസ് ഇഫ് ദ ബോത്ത് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ ക്ലിപ്പിംഗ് വിൻഡോ ദ റീജിയൻ 0. അതായത് നമുക്കിതിൽ ഒരു വിൻഡോ അൽഗോരിതം പ്രകാരം ഒരു വിൻഡോ ഏതൊക്കെ പോയിന്റ് അകത്താണോ അതനുസരിച്ച് റീജിയൻ കോഡ് അസൈൻ ചെയ്യണം. നമ്മുടെ അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീജിയൻ കോഡ് അസൈൻമെന്റ് ആണ്. സോ അതിന് വേണ്ടിയുള്ള 9 ഡിഫറെൻറ്റ് കേസസ് ആണുള്ള അസൈൻമെന്റ് ചെയ്യാനായിട്ട്. അതിനെല്ലാം ഓരോ റീജിയൻ കോഡും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇതാണ് വിൻഡോ എന്ന് വിചാരിക്കാം. ഈ ഡാർക്കൻ ചെയ്തിരിക്കുന്നതാണ് വിൻഡോ. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റ്, ആ ബോത്ത് പോയിന്റ്, അതായത് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും കാണും എൻഡിങ് പോയിന്റും കാണും. ഈ 2 പോയിന്റും ഈ വിൻഡോയ്ക്കകത്ത്, ഇതാണ് വിൻഡോ എന്ന് ഞാൻ പറഞ്ഞു, ഈ വിൻഡോയ്ക്ക് അകത്താണ് ഈ അവിടുത്തെ റീജിയൻ കോഡ് 000 ആയിരിക്കും. ഡൗട്ടില്ല? ഓക്കെ അല്ലേ? 00 ആയിരിക്കും. ഇനി ഇഫ് ബോത്ത് പോയിന്റ് ഈസ് ലെഫ്റ്റ് ടു ദ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡാണ് 2 പോയിന്റ് എങ്കിലും അതെന്തായിരിക്കും? 0001 ആയിരിക്കും. അപ്പോൾ ഈ പടം നോക്കിയാൽ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡ് എന്താണ് റീജിയൻ കൊടുക്കുന്നത്? 0001 ആയിരിക്കും. നെക്സ്റ്റ് നോക്കിയാൽ ഇഫ് ബോത്ത് പോയിന്റ് ഈസ് റൈറ്റ് ടു ദ വിൻഡോയുടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? 0010. അപ്പോൾ വിൻഡോയുടെ റൈറ്റ് ആണെങ്കിൽ 0010. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഇഫ് ബോത്ത് പോയിന്റ് ഈസ് ബോട്ടം ടു ദ വിൻഡോ ആണെങ്കിൽ എത്രയാണ് റീജിയൻ കോഡ്? എന്താ? 0100. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ ടോപ്പ് ടു ദ വിൻഡോയിലാണെങ്കിൽ റീജിയൻ കോഡ് എത്രയാ? 1000. ഓക്കെ, നെക്സ്റ്റ് ഇനി കണ്ടീഷൻ നോക്കൂ. ഇനി ഇഫ് ദ പോയിന്റ് ഈസ് ടോപ്പ് ലെഫ്റ്റ് ടു ദ വിൻഡോ ആണെങ്കിൽ എന്താ പറഞ്ഞ? 1001. ഇനി ടോപ്പ് റൈറ്റ് ആണെങ്കിലോ 1010. ഇനി ബോട്ടം ലെഫ്റ്റ് ആണെങ്കിലോ ബോട്ടത്തിൻ്റെ ലെഫ്റ്റ് ആണെങ്കിൽ 0101, ബോട്ടം റൈറ്റ് ആണെങ്കിൽ 0110. സോ ഇത്രയും റീജിയൻ കോഡും 9 കേസസുമാണ് സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം ഉള്ളത്. ഓക്കെ, ഇതെങ്ങനെ എളുപ്പത്തിൽ, ഇതിപ്പോൾ കാണാപ്പാടം പഠിക്കാന്ന് പറഞ്ഞാൽ പാടത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻസ് പഠിച്ചു വയ്ക്കുക. അത് ഈ പോയിന്റ് എവിടെയാണെന്നൊക്കെ അറിയാമല്ലോ. ഒരു പടം തന്ന ആ ഒരു പോയിന്റ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ടോപ്പ് ലെഫ്റ്റ് ആണോ ബോട്ടം റൈറ്റ് ആണോ എന്ന് അറിയാമല്ലോ. അങ്ങനെയാണ് ഇതിലൊരു കോഡുണ്ട്. അതായത് നമുക്ക് ടോപ്പിന് T എന്നും ടോപ്പ് ബോട്ടം റൈറ്റ് ലെഫ്റ്റ്, T എന്ന് പറഞ്ഞാൽ ടോപ്പ്, B എന്ന് പറഞ്ഞാൽ ബോട്ടം, റൈറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. ഇപ്പോൾ ടോപ്പിലാണ് പോയിന്റ് ഉള്ളതെങ്കിൽ ബോത്ത് പോയിന്റും 2 പോയിന്റും ടോപ്പിലാണ്, അങ്ങനെയാണെങ്കിൽ 1 കൊടുക്കുക. ടോപ്പിലവിടെ 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. ഇപ്പം ബോട്ടത്തിലാണ് പോയിൻ്റെങ്കിൽ ബോട്ടം മാത്രം 1 കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക.
ടോപ്പ് ലെഫ്റ്റ് ആണെങ്കിൽ ടോപ്പിലും 1 കൊടുക്കണം, ലെഫ്റ്റിലും 1 കൊടുക്കണം, ബാക്കി 0 കൊടുക്കണം. നോക്കിയോ, ടോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1001 അല്ലേ, 1001 അല്ലേ. ഇനി റൈറ്റ് മാത്രമാണെങ്കിൽ റൈറ്റിൽ മാത്രം 1 കൊടുക്കുക, ബാക്കി 0 കൊടുക്കുക. നോക്കിയ കണ്ടീഷൻ, ഇഫ് ബോത്ത് പോയിന്റ് ഇസ് റൈറ്റ് ടു ദ 0010, അതല്ലേ കിട്ടിയത്. സോ ഇങ്ങനെ ഒരു കോഡ് വെച്ചും ഇത് കണ്ടുപിടിക്കാം. റീജിയൻ കോഡ് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലിപ്പിംഗ് വിൻഡോ ലോവർ ലെഫ്റ്റ് കോർണർ 2,1, upper right 7,5 and line point 1,3 and 5,6. പെർഫോം കോഹൻ സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം. സോ നമുക്കൊരു ക്ലിപ്പിംഗ് വിൻഡോ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ 7,5ഉം അപ്പർ റൈറ്റിൽ 2,1 എന്ന് 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക്. വേറെ ഇതൊന്നും തന്നിട്ടില്ല ക്ലിപ്പിംഗ് വിൻഡോയുടെ. ഈ ക്ലിപ്പിംഗ് വിൻഡോയിൽ കൂടെ ഒരു ലൈൻ പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്, P1 P2 എന്ന് പറഞ്ഞു. അതിൽ P1 എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട് 1,3, P2 എന്നാണ് 5,6. മെയിനായിട്ട് നമുക്കറിയാം ഇവിടെ 2,1 7,1 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ 7ഉം ഇവിടുത്തെ 1. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊരു 7,1 ആണെന്ന് അറിയാവുന്നതല്ലേ ഇത്? ഈ 7 ആക്സിസ് അല്ലേ ഇത്? 7ഉം 1ഉം. ഇനി അടുത്ത് ഇവിടുത്തെ ആണെങ്കിലോ, ഇവിടുത്തെ എക്സ് എന്താ? 2 ആണ്. 2, ഇവിടുത്തെ 5, 2,5 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ട കോഹൻ സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതമാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ വിൻഡോയ്ക്ക് അകത്ത് ഏതൊക്കെ പോർഷൻ വരുന്നുണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അതായത് ഈ വിൻഡോ ഇവിടെ ടച്ച് ആവുന്നുണ്ടല്ലോ, ഇവിടെ ക്രോസ് ആവുന്നു, ഇൻ്റർസെക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം, ഈ ഒരു ലൈനിൻ്റെ ഇത്രയും ഭാഗം വിൻഡോയ്ക്ക് അകത്താണ്. അപ്പോൾ അത്രയും ഭാഗം ഉണ്ടോ, അത്രയും ഭാഗത്തിൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കുക, കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ P1, ഈ P1 എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ പുറത്താണല്ലേ. അങ്ങനെ വിൻഡോയുടെ പുറത്താണെങ്കിൽ വിൻഡോയുടെ എവിടെയാണ്? വിൻഡോയുടെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലാണ്. വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിൻ്റെ റീജിയൻ കോഡ് എത്രയെന്ന് പറഞ്ഞാൽ 0001 ആണ്. P2 എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ ടോപ്പാണ്. വിൻഡോയുടെ ടോപ്പാണെങ്കിൽ എൻ്റെ റീജിയൻ കോഡ് എത്രയാണ്? 100 അല്ലേ. ഇത് തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യണം. ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10 ആണെങ്കിൽ 0, 00 ആണെങ്കിൽ 0, 00 ആണെങ്കിൽ 0, 1000 000 എന്ന് കിട്ടും. 000 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ലൈൻ വഴി ആ ലൈനിൽ ഏതൊക്കെയോ പോയിൻറ്റ്സ് എന്താണ് ഇൻസൈഡ് ദ വിൻഡോ ആണെന്ന് അറിയിക്കുന്നതാണ് ഈ 000 എന്ന് കിട്ടിയത്. നമുക്കിപ്പോൾ മൊത്തം 0 നമ്മൾ പറഞ്ഞു, 2 പോയിൻറ്റും ബോത്ത് പോയിൻറ്റ്സും ആ ഒരു വിൻഡോയ്ക്ക് അകത്താണെങ്കിൽ അവിടെ റീജിയൻ കോഡ് 000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്തപ്പം 000 കിട്ടിയെന്ന് എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ലൈനിൽ ഏതൊക്കെയോ ചില പോയിന്റുകൾ, അല്ലെങ്കിൽ അകത്തുള്ള ഏതൊക്കെയോ പോയിന്റുകൾ എവിടെയുണ്ട്? ഇൻസൈഡ് ദ വിൻഡോ ആണ് അല്ലേ. ഇത് ഇവിടുത്തെ പോയിന്റ് ഇൻസൈഡ് ദ വിൻഡോ അല്ലേ. നമുക്കിതിനെ P1 എന്നും P2 എന്നും റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് നമ്മളിവിടെ 2,5, 2 എന്ന് പറയുക എക്സ് ആക്സിസ് 2 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. y നമുക്കറിയില്ല. അതേപോലെ ഇവിടെയോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് 5 ആണല്ലേ. 5 ആണ് ഇവിടുത്തെ എന്ത്? y ആക്സിസിൽ 5 ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സിസ് അറിഞ്ഞൂടെ. അപ്പോൾ x, 5. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇവിടെ വരുന്ന P1 എന്ന് പറയുന്ന കോർഡിനേറ്റിൽ 2, y എന്നും P2 x, 5 ഇങ്ങനെ 2. ഇത് രണ്ടും കണ്ടുപിടിച്ച് എങ്ങനെയാണ് 2ഉം 5 ഒക്കെ? ഇതിൻ്റെ ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ഈ ഒരു ലൈൻ തന്നെയാണ് ഇതിൽ വരുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ 2 തന്നെ ആയിരിക്കും. ഇവിടുത്തെ 5 അല്ലേ, 5 വൈയിൽ വരുന്നുണ്ട്, 5 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണ് ആ ഒരു 2,5 വെച്ച് കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെ അതിൽ എക്സും വൈയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. സോ ഇവിടെ P1 ഇൻസെക്റ്റിംഗ് പോയിന്റ് ആയത് ഈ P1 P2 കണ്ടുപിടിക്കണം. 2,5 ആണെന്നുള്ള എക്സും വൈറ്റ് കണ്ടുപിടിക്കണം. y കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണിത്. y = y1 + m × x - x1. x-ന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ x = x1 + y - y1 / m എന്ന്. സോ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ആദ്യം ഇതിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. m കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? m = y2 - y1 / x2 - x1. ഇവിടുത്തെ y2 എന്താണ്? 3 അല്ല 6. y2 6 - 3 / 5 - 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/4 ചെയ്യുമ്പോൾ 0.75 സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ വാല്യൂ വെച്ച് നമുക്ക് ആദ്യം P1 2, y അല്ലേ, അവിടെ y കണ്ടുപിടിക്കണം. അപ്പോൾ y കണ്ടുപിടിക്കാം. y = എന്താ പറഞ്ഞത്? y1 + ഇവിടുത്തെ y1 എന്താണ്? 1,3. അപ്പോൾ ഇവിടുത്തെ y1 എന്താണ്? 3 ആണല്ലേ. 3 + m എത്രയാണ് പറഞ്ഞത്? 0.75 ×
എക്സ് മൈനസ് x1. ഇവിടുത്തെ എക്സ് എന്താണ്? ഇവിടെ എക്സ് തന്നിട്ടുണ്ട്, 2 ആണ് എക്സ്. 2 മൈനസ് 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 പ്ലസ് 0.75 3.75 എന്ന് കിട്ടും. ഓക്കെ, സോ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ 2, y അതിപ്പം നമുക്ക് എന്തെന്ന് കിട്ടി? വൈയുടെ കോർഡിനേറ്റ് കിട്ടി. അപ്പോൾ അവിടുത്തെ ഒരു കോർഡിനേറ്റ് കിട്ടി, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് 2, 3.75 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി P2' കണ്ടുപിടിക്കും. P2' എങ്ങനെ കണ്ടുപിടിക്കും? അത് എക്സ് ആണ്. എൻ്റെ ഫോമിൽ x x1 പ്ലസ് y മൈനസ് y1 ഡിവൈഡഡ് ബൈ m എന്നാണ്. നമ്മുടെ m അറിയാം ഇവിടെ എന്താണ്? 5 x1 എന്ന് പറഞ്ഞാൽ നേരത്തെ കോർഡിനേറ്റ് 5 ആണ്, പ്ലസ് 5 മൈനസ് 6 ഡിവൈഡഡ് ബൈ 0.75. ഈ 5 മൈനസ് 6 ഒക്കെ എവിടെ നിന്ന് വന്നെന്നറിയോ? എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതാണ് ആദ്യത്തെ എക്സ്, 5 മൈനസ് 6 ഇതാ y മൈനസ് y1 എന്നല്ലേ ഫോമിൽ. ഈ ഇതാണ് 5 മൈനസ് ഇവിടുത്തെ 6. ഓക്കെ, അതാണ് ചെയ്തത്. ഓക്കെ അല്ലേ? സോ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 3.66 സംതിങ് കിട്ടും. ഇതാണ് P2' ഏതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന x, 5ൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായി കിട്ടി? 3.66,5 എന്ന് കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം. ഓക്കെ അല്ലേ? ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ.